വിഴിഞ്ഞത്ത് ചരിത്ര നിമിഷം പിറക്കുമ്പോൾ ഒരു മലയാളി തന്നെ ഈ കപ്പലിൻ്റെ അമരത്തുണ്ട്, ഈ കപ്പലിനെ നയിച്ചുകൊണ്ട് വരുന്നു എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല, അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും കുറേ കൂടി കപ്പൽ അടുത്തിരിക്കുന്നു, ബെർത്തിനോട് അടുത്തെത്തിയിരിക്കുന്നു, ബെർത്തിനോട് സമാന്തരമായ ദൂരത്തിലേക്ക് എത്തിയിരിക്കുന്നു. പൂർണ്ണമായും കപ്പലിപ്പോൾ ടഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിലാണ്. നമുക്ക് കാണാം, റോപ്പ് ഉപയോഗിച്ച്, വടം ഉപയോഗിച്ച് ഈ കപ്പലിനെ നിയന്ത്രിച്ച് കപ്പലിനെ തിരിച്ചു കൊണ്ടുവരുന്നത് വളരെ പ്രകടമാണ്. ഏതായാലും ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അതിൽ കാണുന്ന കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷി അത് തന്നെയാണ് MSC ഐറീന എന്ന കപ്പലിനെ ലോകത്തെ ഏറ്റവും വലിയ കപ്പലാക്കി മാറ്റുന്നത്. ഒപ്പം തന്നെ ദക്ഷിണേഷ്യൻ തുറമുഖങ്ങളിലൊന്നും തന്നെ ഈ കപ്പൽ ഇതുവരെ നങ്കൂരമിട്ടിട്ടില്ല, അടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് അങ്ങനെ ഒരു ചരിത്രം കൂടിയാണ്. ദക്ഷിണേഷ്യയിലെ ഒരു തുറമുഖത്ത് ആദ്യമായി ഈ കപ്പൽ നങ്കൂരമിടുമ്പോൾ അത് നമ്മുടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലാണ് എന്നതുകൂടി ഈ ദിനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ 3000 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കുന്നത്. അതിനുശേഷം കപ്പൽ യൂറോപ്പ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ കപ്പൽ വരുന്നത് ആദ്യം തിരിച്ചത് ക്യാപ്റ്റൻ വില്ലി ആന്റണി നയിക്കുന്ന ഈ കപ്പൽ ആദ്യം തിരിച്ചത് സിംഗപ്പൂരിൽ നിന്നാണ്, അവിടെ നിന്ന് ചൈന, കൊറിയ. എന്തായാലും ഈ കപ്പൽ തീരത്തോടടുക്കുമ്പോൾ എത്ര കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കുക? ഈ കപ്പൽ എന്നാണ് തിരികെ പോകുന്നത് പ്രശാന്ത്? ജയലക്ഷ്മി, 3000 കണ്ടെയ്നറുകൾ, ഈ 16,000 കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ട് വരുന്ന MSC ഐറീനയിൽ 3000 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖത്തിറക്കുന്നത്. ഇപ്പോൾ ബർത്തിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച്, അതുകൊണ്ട് ടഗ് ബോട്ട് കൊണ്ട് തള്ളി ഇതിനെ, ഈ കപ്പലിനെ തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമല്ലേ. അപ്പോൾ ബർത്തിലേക്ക് അടുക്കുകയാണ് ഇനി. അതായത് ഇങ്ങനൊരു ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് കപ്പൽ മുമ്പൊന്നും എത്തിയപ്പോൾ ഇങ്ങനൊരു ദൃശ്യം നമുക്ക് ഇവിടുന്ന് പകർത്താൻ സാധിച്ചിരുന്നില്ല. കാരണം ഈ പുലിമുട്ടിലേക്ക് നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ആദ്യത്തെ അവസരമാണ്. അതിന് അവസരമുണ്ടായതിന് കാരണവും ഇന്നത്തെ ഈ ദിനത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ, മുൻപ് MSC തുർക്കിയും MSC മിഷൽ കപ്പലിനിയും വന്ന സമയത്ത് അതെല്ലാം ഇതുപോലെ തന്നെ വലിയ കപ്പലുകൾ തന്നെയായിരുന്നു. 399.9 മീറ്റർ നീളമുള്ള കപ്പൽ തന്നെയായിരുന്നു. പക്ഷേ ഈ കപ്പലിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കപ്പാസിറ്റി 24,346 TEU, 20 ഫ്ലൂട്ട് ഇക്വലന്റ് യൂണിറ്റ്, ഇത് കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷി. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഏറ്റവും വലിയ കപ്പൽ ആക്കി മാറ്റിയതും. അപ്പോൾ ഈ കപ്പൽ ഇവിടെ എത്തുമ്പോൾ ഈ കപ്പലിൻ്റെ ഈ വലിപ്പം ഇപ്പോൾ നമുക്ക് കുറേ കൂടി സ്ക്രീനിൽ വളരെ വ്യക്തമാണല്ലേ. അതായത് 4 ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പം. 4 ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ആ 4 ഫുട്ബോൾ സ്റ്റേഡിയം ഫിഫ അംഗീകരിച്ചിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ മാനദണ്ഡ പ്രകാരമുള്ള അത്രയും വലിപ്പം തന്നെയാണ്. 400 മീറ്റർ എന്ന് പറയുമ്പോൾ 1/2 കിലോമീറ്ററിന് 100 മീറ്റർ മാത്രം കുറവ് മാത്രമേ ഉള്ളൂ. അത്ര വലിപ്പമാണ്. ഈ വലിപ്പം എത്രത്തോളം സങ്കല്പിക്കുക. ഇതിൻ്റെ ഉയരം കുറച്ചുകൂടി അടുത്തെത്തുമ്പോൾ നമുക്കറിയാം 22 നില കെട്ടിടത്തിൻ്റെ ഉയരം ഇതിനുണ്ട് എന്നാണ് ആ അളവ് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റുക. ഇതിന്റെ ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം വലിയൊരു കപ്പലാണ് വിഴിഞ്ഞം തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കുന്ന പ്രശാന്തിന് ആ ദൃശ്യങ്ങൾ വളരെ മനോഹരമായി തന്നെ കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 22 നില കെട്ടിടത്തിന്റെ അത്ര ഉയരമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പടുകൂറ്റൻ കപ്പൽ എത്രത്തോളം വലിയൊരു കപ്പലാണ് നമ്മുടെ തീരത്തേക്ക് അടുക്കുന്നത് എന്നുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ച കൂടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. MSC ഐറീന എന്ന പടുകൂറ്റൻ കപ്പൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.